പരിപാടിയിലേക്ക് സ്വാഗതം. സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ച് നമ്മൾ വാതോരാതെ സംസാരിക്കുന്നു, അവർക്ക് വേണ്ടി വാദിക്കുന്നു, സമരമുണ്ടാക്കുന്നു. പക്ഷേ സ്ത്രീയും പുരുഷനും പോലെ തന്നെ തുല്യ അവകാശമുള്ള മറ്റൊരു വിഭാഗമുണ്ടിവിടെ, TG എന്ന് വിളിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സ്. അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? അതാണ് ഇന്നത്തെ വിഷയം. ഒന്നായ നിന്നയിഹ രണ്ടെന്ന് കണ്ടളവിൽ. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ട്രാൻസ്ജെൻഡറായ ഹരിണി, TG ശീതൾ, TG സൂര്യ, അഡ്വക്കേറ്റ് ആശ, TG രഞ്ജിനി പിള്ള, സോഷ്യൽ ആക്ടിവിസ്റ്റും സഹയാത്രിക എന്ന സംഘടനയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ശരത് ചേലൂർ, സഹയാത്രികയുടെ കോർഡിനേറ്റർ ബീന, സഹയാത്രികയുടെ ഫൗണ്ടർ മെമ്പറായ ദീപ. ഇവരോടൊപ്പം സന്ധ്യ രാജേഷ്, CBO വൈസ് പ്രസിഡന്റ്, ശ്രീകുട്ടി, ശ്രീ, ലീല, രഞ്ജിനി, അപൂർവ, സ്നേഹ, മൈന. ശരത്ത് സഹയാത്രിക എന്നൊരു ഓർഗനൈസേഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. അതെ. ഈ ഒരു വിഭാഗത്തെക്കുറിച്ച് ആർക്കും ചിന്തിക്കാൻ താല്പര്യവുമില്ല. അവരെ മറന്നു നിൽക്കുന്ന ഒരു മട്ടാണ്. ഞങ്ങൾക്ക് അറിയില്ല, ഇങ്ങനെ ഒരു മൂന്നാമതൊരു വിഭാഗത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെസ്ബിയൻ, ബൈസെക്ഷൽ, അതുപോലെ തന്നെ ട്രാൻസ്മെൻ്റെ ഇടയിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇന്ന് സമൂഹത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ലിംഗസ്വത്വത്തിൽ ഇല്ലെങ്കിൽ ലൈംഗികതയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ അവർ വീട്ടിൽ നിന്നും അതുപോലെ തന്നെ പൊതുയിടങ്ങളിൽ നിന്നും അവരെ തന്നെ പിയർ ഗ്രൂപ്പിൻ്റെ ഇടയിൽ നിന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും തൊഴിലിടങ്ങളിൽ നിന്നൊക്കെ അവരൊരുപാട് വിവേചനങ്ങൾ അനുഭവിക്കേണ്ട, അതിക്രമങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്മെൻ്റെ കാര്യം പറയുകയാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ മെൻഷൻ ചെയ്യുന്ന പോലും ഇല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രാൻസ് വിമണിനെ കുറിച്ചിട്ടാണ് ഇവിടെ കേരളത്തിൽ കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം കൂടുതൽ വിസിബിലിറ്റി അവർക്കാണ്. ഇപ്പോൾ ഒരുപാട് ആളുകൾ വളരെ ധൈര്യപൂർവ്വം ഇപ്പോൾ IPC 377-നെതിരായിട്ടുള്ള ഒരു വിധി വന്നതിന് ശേഷം ഇപ്പോൾ അത് വീണ്ടും തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഒരുപാട് ആളുകൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ധൈര്യത്തിൽ ട്രാൻസ് വുമൺ ഒരുപാട് ആൾക്കാർ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും ട്രാൻസ്മെൻ വളരെ കുറച്ച് ആളുകൾ മാത്രമേ പുറത്തു വരാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവരുടെ ആ ഒരു ഇഷ്യൂസിൽ കാര്യക്ഷമമായിട്ട് ഇടപെടുകയും അവരെ സമൂഹത്തിന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും അവർക്ക് ഇപ്പോൾ വിദ്യാഭ്യാസപരമായിട്ടോ ഇല്ലെങ്കിൽ ഇമോഷണലായിട്ടോ അങ്ങനെ ഏതൊക്കെ തരത്തിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സഹയാത്രിക എന്നൊരു സംഘടന നിലകൊള്ളുന്നത്. ബീന, ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ നമ്മളിൽ പലർക്കും അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയില്ലാത്ത പല ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് അവരെ നമ്മൾക്ക് അംഗീകരിക്കാൻ പോലും പലരും മടിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ബീന ഒന്ന് വ്യക്തമാക്കി തന്നാൽ മറ്റുള്ളവർക്ക് കുറച്ചുകൂടി ഉപകാരമായിരിക്കും. എന്താണ് ട്രാൻസ്ജെൻഡർ? പൊതുവേ നമ്മൾ ശരത്ത് പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ തന്നെ ഈ ആണിൽ ഒരു നമ്മൾ ജനിക്കുന്ന ഒരു ലിംഗസ്വത്വത്തിൽ നിന്ന് എതിർലിംഗത്തിലേക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമൂഹികമായിട്ട് തന്നെ പരിവർത്തനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ട്രാൻസ്ജെൻഡേഴ്സ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു ഇഷ്യൂ പറയുമ്പോൾ തന്നെ എപ്പോഴും അഡ്രസ്സ് ചെയ്യപ്പെടുന്നത് പുരുഷനായിട്ട് ജനിച്ച് സ്ത്രീയായിട്ട് ജീവിക്കുന്ന മെയിൽ ടു ഫീമെയിലായ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇഷ്യൂകളാണ് എപ്പോഴും നമ്മുടെ മീഡിയ ആണെങ്കിലും സമൂഹത്തിലാണെങ്കിലും എന്ത് തരത്തിലാണെങ്കിലും ഇപ്പോൾ കുറച്ചെങ്കിലും ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ട്രാൻസ്ജെൻഡേഴ്സിനുള്ള ആനുകൂല്യങ്ങളെല്ലാം പരിഗണനയിലുള്ള സമയത്ത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ കേരള സർക്കാർ നടത്തിയ സർക്കാരിൻ്റെ സാമൂഹ്യ നീതിക്ഷേമ വകുപ്പ് നടത്തിയ സർവേയിൽ ഫീമെയിൽ ടു മെയിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ സർവേ ചെയ്യാനുള്ള ഒരു സംസ്ഥാനതല കോർഡിനേറ്ററായിരുന്നു ഞാൻ. പക്ഷെ അതിനകത്തും നമ്മൾ ഒരു നേരിട്ടൊരു വലിയൊരു ദുഃഖകരമായ കാര്യമാണ്, ഫീമെയിൽ ടു മെയിലായ ആളുകളെ നമുക്ക് അത്രയ്ക്കും റീച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം സഹയാത്രിക 10-13 വർഷമായി ഇത്തരം ആളുകളുടെ ഫീമെയിൽ ടു മെയിൽ ട്രാൻസ്ജെൻഡേഴ്സ് ആയ ആളുകളുടെ ഇടയിൽ വർക്ക് ചെയ്യുകയും അവരുമായിട്ട് സംവേദിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ ഇടപെടുകയും നേരിട്ടും അല്ലാതെയും ഒക്കെ തന്നെ അവരുടെ എല്ലാത്തരം കാര്യങ്ങളിൽ നമ്മൾക്ക് അറിയാവുന്ന ആളുകൾ അറിയാമെങ്കിൽ പോലും അത് എങ്ങനെ കൗണ്ട് ചെയ്യപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അത്തരമൊരു സാഹചര്യം കേരളത്തിലുള്ളതിൽ നമുക്കൊക്കെ നമ്മുടെ കുടുംബം മുതൽ എല്ലാ സർക്കാരിനും സമൂഹത്തിനൊക്കെ അതിനകത്തൊരു ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കേരളത്തിൽ ഇപ്പോൾ മൈഗ്രേറ്റ് ചെയ്യപ്പെട്ട ആളുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഫീമെയിൽ ടു മെയിലായ ട്രാൻസ്ജെൻഡേഴ്സായ, അതായത് അത് ഒരു സ്ത്രീയായിട്ട് പറക്കുന്നതിൻ്റെ ജന്മം കൊണ്ട് തന്നെ സ്ത്രീയായിട്ട് ഒരു ട്രാൻസ്ജെൻഡർ ആണെന്ന് തിരിച്ചറിയുന്നത് എപ്പോഴാണ്? ഒരു ലിംഗസ്വത്വത്തിൽ നിന്ന് മറ്റതിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്ന സ്വാഭാവികമായിട്ട് അവർ ഒരു
അതില്ല. അവർ ചിലപ്പം അവരുടെ എല്ലാ രീതികളും സാമൂഹ്യമായി അവരെ അടയാളപ്പെടുത്തുന്ന രീതികൾ, ഇപ്പം ഞാൻ എൻ്റെ ജെൻഡർ സ്ത്രീ എന്നുള്ള ജെൻഡർ പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്ത്രീയായിട്ടാണ് എൻ്റെ ശരീരം അടയാളപ്പെടുത്തുന്നത്. സ്ത്രീയെപ്പോലെ ഞാൻ മുടി നീട്ടി വളർത്തിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ശാരീരിക അടയാളങ്ങളും അല്ലാതെ ഞാൻ മുമ്പോട്ട് വെക്കുന്ന സ്വത്വവും അത് തന്നെയാണെന്ന് നമ്മുടെ കാഴ്ചയിൽ കാണാൻ പറ്റുന്നതാണ്. എത്ര പ്രായമാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാനൊരു ട്രാൻസ്ജെൻഡർ ആണെന്ന് തിരിച്ചറിയുന്നത്? ലിംഗത്വം എന്ന് പറയുന്ന സംഭവത്തിന് പലരും പല രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. ആണിങ്ങനെയായിരിക്കണം, പെണ്ണിങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യതിചലിക്കുന്നവരൊക്കെ വേറെ വിഭാഗത്തിൽ, അല്ലെങ്കിൽ അതുകൊണ്ടാണ് അതർന്നുള്ള കോളം പോലും തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് പലരും ജെൻഡറിനെ കാണുന്നത്. അപ്പോൾ ജെൻഡർ എന്ന് പറയുന്നത് മറ്റുള്ളവരാണ് തീരുമാനിക്കുന്നത്. പെണ്ണിങ്ങനെയായിരിക്കണം, ആണിങ്ങനെയായിരിക്കണം, ആണിന് മീശ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പെണ്ണിന് നല്ല മുടി ഉണ്ടായിരിക്കണം, അവൾ ശബ്ദം താഴ്ത്തി സംസാരിക്കണം, ആണ് കരഞ്ഞാൽ അത് നാണക്കേടാണ്, ആണിന് ധാരാളം കരയാനുള്ള സംവിധാനമില്ല. അപ്പോൾ ഇങ്ങനെയൊരു ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ സ്വന്തം ജെൻഡറിനെ വേറൊരു ജെൻഡറിലേക്ക് മാറ്റാൻ ആഗ്രഹിക്കുന്ന കുട്ടി ജനിക്കുകയാണെങ്കിൽ അവൻ ചെറുപ്പത്തിലെ തന്നെ അവൻ്റെ കാര്യങ്ങൾ കണ്ടെത്തുന്നത് ഫാമിലിയിൽ നിന്നായിരിക്കും. പിന്നെ അയാൾ ആ വീട്ടിൽ ഒറ്റപ്പെട്ട് പോകുമ്പോഴാണ് അയാളുടെ ജെൻഡറിന് തിരിച്ചറിയുക. ഞാൻ എൻ്റെ അച്ഛനെ പോലെ അല്ലല്ലോ, ഞാൻ എൻ്റെ അമ്മയെ പോലെ അല്ലല്ലോ, ഞാൻ എൻ്റെ സഹോദരനെ പോലെ അല്ലല്ലോ. അവിടെ നിന്ന് തുടങ്ങും മാനസിക സംഘർഷങ്ങൾ. പിന്നെയാണ് അയാൾ സ്വന്തം ജെൻഡർ തേടി പോവുകയോ അല്ലെങ്കിൽ സ്വന്തം ജെൻഡറിൽപ്പെട്ട ആളുകളുമായി ഇടപഴകുകയോ അതിന് സംവിധാനം അയാൾ നോക്കിക്കാണുകയാണ്. ചെറുപ്പത്തിലേ മുതലേ ഒരു കുട്ടി ആ ഒരു സംവിധാനത്തിലൊക്കെ നേരിടും. അപ്പം ഞാൻ തന്നെ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഞാൻ എൻ്റെ ബന്ധുക്കളായിട്ടുള്ള സ്ത്രീകളുമായിട്ടായിരുന്നു ഞാൻ ഇടപഴകിയിരുന്നത്. അവരുമായി ഞാൻ എൻ്റെ കളികളും എല്ലാം ഷെയർ ചെയ്തിരുന്നു. പക്ഷേ എൻ്റെ സഹോദരനായ എൻ്റെ അനിയൻ ആൺകുട്ടികളുടെ കൂടെ ക്രിക്കറ്റ് കളിക്കാനും മറ്റുള്ള ആൺകുട്ടികൾ ചെയ്യുന്ന എല്ലാ ജോലികളും ഞാൻ കൂടുതൽ പുസ്തകം വായന, വീട്ടിൽ ഒതുങ്ങിയിരിക്കുക അല്ലെങ്കിൽ വീട്ടു ജോലികൾ ചെയ്യുക. എൻ്റെ അമ്മ കൂടുതലായിട്ട് എന്നോടാ പറയാറ് എൻ്റെ വീട്ടു ജോലികൾ. അപ്പോൾ ഞാൻ എൻ്റെ ജെൻഡർ ചെറുപ്പത്തിലേ തന്നെ ഞാൻ ചെയ്തു തുടങ്ങി. പക്ഷേ ഒരു ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ഒരു ട്രാൻസ്സെക്ഷൽ അല്ലെങ്കിൽ അത്തരൊരു വിഭാഗത്തിലേക്ക് ഞാൻ പോകുന്നത് ഞാൻ മറ്റൊരു സംസ്ഥാനത്തിലേക്ക് പോയത് കാരണമാണ്. കാരണം ഇവിടെ അത്തരത്തിലുള്ള വിസിബിലിറ്റി തീരെ ഇല്ല. അപ്പോൾ ഹിജഡ എന്നൊരു സംസ്കാരമുണ്ട്. പലരുടെയും ധാരണ ഹിജഡ എന്ന സംസ്കാരം അല്ലെങ്കിൽ ഹിജഡകൾ ജനിക്കുന്നവരാണ്. സത്യത്തിൽ ജനനം എന്ന് പറയുന്നത്, സെക്സ് എന്ന് പറയുന്നത് മെയിൽ ഓർ ഫീമെയിൽ ഓർ ഇന്റർസെക്സ് പീപ്പിൾസ് ആണ്. ആ ഒരു തിരിച്ചറിവ് ഏത് പ്രായത്തിലാണ് വരുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. അത് മാം ചിലവരുണ്ട്, എന്താ പറയുക, ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് വേണമെങ്കിൽ നമുക്കൊരു ഉദാഹരണം പറയാം. അപ്പോൾ സ്വന്തമായി കാര്യങ്ങൾ തീരുമാനിക്കാൻ നമ്മൾ പ്രാപ്തരാകുമല്ലോ. ഞാൻ എൻ്റെ കാര്യം സ്വന്തമായിട്ട് തീരുമാനിക്കുമ്പോൾ മറ്റുള്ളവർ എന്നിൽ എന്താണ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. എന്തുകൊണ്ട് നീ നടക്കുന്നത് ശരിയല്ല. എന്നോട് ഒരുപാട് പേര് പറഞ്ഞു, നീ എന്താ ഇങ്ങനെ നടക്കുന്നത്? അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ എന്താ എങ്ങനെയാണ് നടക്കുന്നത്? ഞാൻ എന്താ അവരെ പോലെ അല്ലേ? നീ പെണ്ണുങ്ങളെ പോലെയാണ് നടക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക്, അപ്പോൾ ഞാൻ സ്ത്രീയാണോ? അല്ല, സ്ത്രീയല്ല, പുരുഷൻ്റെ അവയവമാണ്, ഞാൻ പെണ്ണിനെ പോലെയാണ് നടക്കുന്നത്. അപ്പോൾ പിന്നെ ബാക്കിയുള്ളവർ, അപ്പോൾ ഞാൻ എന്നെ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങും. എൻ്റെ വസ്ത്രധാരണം, എൻ്റെ ഒരുക്കങ്ങൾ, ഇതെല്ലാം സ്ത്രീകളെ പോലെയാണ്. അപ്പോൾ മാനസികമായിട്ട് എൻ്റെ ഒരു തീരുമാനം എന്താ, അയ്യോ ഞാൻ സ്ത്രീകളെ പോലെ. അത് സമൂഹത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ സമൂഹവും ഇങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ എന്താ പെണ്ണിനെ പോലെ മുടി കോതുന്നു? നീ എന്തിനാ പെണ്ണിനെ പോലെ മുടി ഒതുക്കുന്നു? നീ എന്തിനാ നെയിം പോളിഷ് ഇടുന്നു? നിന്റെ കൂട്ടെന്താ പെൺകുട്ടികളുടെ കൂടെ? ഇത് സമൂഹം പറയുന്നതിരിക്കട്ടെ, സ്വന്തം വീട്ടിൽ ആദ്യത്തെ റിയാക്ഷൻ അടിയായിരുന്നു. നന്നായിട്ട് അടി കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ നിന്നല്ല, നാട്ടിൽ നിന്നും കിട്ടിയിട്ടുണ്ട് ഒരുപാട്. സമൂഹത്തിൽ നിന്നും വീട്ടിൽ നിന്നാണ് ഫസ്റ്റിലെ നമുക്ക് തുടങ്ങുന്നത്. കാരണം എൻ്റെ വീട്ടുകാരെന്ന് പറയുന്നത് ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ്. ഞാൻ അച്ഛനും അമ്മയ്ക്കും അച്ഛന് തീരെ വിദ്യാഭ്യാസമില്ല, അമ്മയ്ക്കും ഇല്ല, സഹോദരനും കുറവാണ്. ഇവർ മറ്റുള്ളവർ പറയുന്നതാണ് കേൾക്കുന്നത്. നിന്റെ മോൻ എന്താ നടന്നു പോകുന്നത് ഇങ്ങനെ, റോഡിൽ ഡാൻസ് കളിക്കുന്നു, അല്ലെങ്കിൽ അവൻ്റെ സഹവാസം പെൺകുട്ടികൾ, അല്ലെങ്കിൽ അവൻ കളിക്കാനൊന്നും അവൻ എന്താ ഇങ്ങനെ നടക്കുന്നത്? അത് കേട്ടിട്ട് വീട്ടിൽ വന്നിട്ട് എന്ത് നീ ഇങ്ങനെ ചെല്ലുമ്പോൾ ഞാൻ ചിലപ്പോൾ അടുക്കളയിലായിരിക്കും നിൽക്കുന്നത്. എന്തിനാ അടുക്കളയിൽ കയറി? അടിയാണ്. ആൺകുട്ടി എന്തിനാ അടുക്കളയിൽ കയറുന്നത്? നീ പോ ക്രിക്കറ്റ് കളിക്കാൻ പോക്കോ? അങ്ങനെ വാർത്തെടുക്കുന്ന ഒരു ഇതായിട്ട് അങ്ങനെ വീട്ടുകാർ മറ്റുള്ളവരുടെ ഈ വാക്കുകൾ കേട്ട് എന്നെ മെൻ്റൽ ഹോസ്പിറ്റൽ പോലെ ആക്കിയിട്ടുണ്ട്. കാരണം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട്, എനിക്ക് മാനസികമായിട്ട് പീഡനമാണ് അല്ലെങ്കിൽ മാനസിക രോഗമാണെന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ വീട്ടിലാണ്. കാരണം നമ്മൾ പുറത്തിറങ്ങിയിട്ട് വീട്ടിലോട്ട് കയറി വരുമ്പോൾ ഒരു ദിവസം എൻ്റേതെന്ന് പറയുന്നത് വീട്ടിലെ ശകാരങ്ങൾ കേട്ട് പുറത്തിറങ്ങുന്നു, പുറത്തുള്ള ആൾക്കാരുടെ ശകാരങ്ങൾ കേൾക്കുന്നു, അവിടുന്ന് സ്കൂളിൽ പോകുന്നു, സ്കൂളിലെ കുട്ടികളുടെ ശകാരങ്ങൾ കേൾക്കുന്നു, അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരുന്നു, വീണ്ടും വീട്ടുകാരുടെ ഇത് കേൾക്കുന്നു. ഒരു ദിവസം കടന്നു പോകുന്നത് അങ്ങനെയാണ്. അപ്പോൾ 10-20 പീഡനമാണ് ഏറ്റവും. അതൊന്നും നമ്മൾ ചിലപ്പോൾ ഓടിപ്പോവും.
ഹരിണി, ഇത്തരം അനുഭവങ്ങൾ ഹരിണിക്കും വീട്ടിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്? തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇനിയുള്ള ലൈഫ് മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കോൺഫിഡൻസ് നമ്മൾ നഷ്ടപ്പെടില്ലേ? എനിക്കൊരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം എന്താണെന്ന്, ഞാൻ എൻ്റെ വീട് വിടുന്നത് ഞാൻ കറക്റ്റ് 15ാമത്തെ വയസ്സിലാണ് വീട് വിടുന്നത്. ഞാൻ വീട് വിട്ട് കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു? അതിനു മുമ്പ് കുട്ടിക്കാലത്ത് ഞാൻ 4ാം ക്ലാസ്സിലാണ് എൻ്റെ ഉള്ളിലൊരു സ്ത്രൈണത ഉണ്ടെന്ന് ഞാൻ അറിയുന്നത്. അതായത് കുട്ടിക്കാലത്ത് ഞാൻ, അതായത് മണിച്ചിത്രത്താഴിലെ ഒരു മുറയിൽ വന്ന് പാത്തായി, അതാണ് ഞാൻ ഫസ്റ്റ് ടൈം ഞാൻ ഡാൻസ് കളിക്കുന്നത്. അപ്പൊ അതിലിരുന്ന് എനിക്കൊരു ശ്വാസം മുട്ടൽ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫാദർ പറഞ്ഞു, ഇനി ഡാൻസ് ഒന്നും വേണ്ട, അവനെ നല്ലവണ്ണം നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് എൻ്റെ മമ്മിയോട് പറഞ്ഞായിരുന്നു. ഞങ്ങളൊരു ക്രിസ്ത്യൻ കുടുംബമാണ്, അങ്ങനെ പറഞ്ഞായിരുന്നു. അതിനുശേഷം എൻ്റെ ഡാൻസ് എല്ലാം കുറച്ച് നിർത്തി. കാരണം എൻ്റെ അപ്പച്ചന് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനത്തെ ഒരു സ്ത്രൈണത ഉണ്ടെന്ന് എൻ്റെ ഫാദറിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ കുറേ കെയറിങ് ആയിരുന്നു, നല്ല കെയറിങ് ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അപ്പച്ചൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ടെല്ലാം എന്നെ കളിക്കാനൊന്നും വിടത്തില്ല. അപ്പോൾ വീട്ടിൽ തന്നെ ആയിരുന്നു എൻ്റെ കുട്ടിക്കാലം എല്ലാം. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, ഇതെന്താണ് എന്നെ വിടത്തില്ല, എൻ്റെ അനിയനെ കളിക്കാനെല്ലാം വിടും, എന്നെ വിടത്തില്ല. അതായത് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ 6 മണിയായ വീടിൻ്റെ ഉള്ളിൽ വരണം, എവിടെയും പുറത്ത് പോകാൻ പാടില്ല. ഒരു കടയിൽ പോയി എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ എൻ്റെ അനിയൻ പോകണം, ഇല്ല എൻ്റെ അമ്മച്ചി പോവാം, ഞാൻ പോകാൻ പാടില്ല. അപ്പം അങ്ങനത്തെ ഒരു ഇതായിരുന്നു. പിന്നെ എനിക്കൊരു ഡൗട്ട് വന്ന് ഞാൻ തന്നെ നോക്കി, കണ്ണാടിയിൽ നോക്കിയപ്പോൾ എനിക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഞാനൊരു പെണ്ണാണ് എന്നുള്ളത്. കാരണം എൻ്റെ അനിയനെ പോലെയല്ല ഞാൻ വസ്ത്രങ്ങൾ ഇടുന്നത്. അതായത് പഴയ കാലങ്ങളിൽ സ്വർണത്തിൻ്റെ ഒരു പേപ്പർ വരും, സ്വർണം പൊതിനിട്ട് വരുമ്പോൾ ആ പേപ്പറിൽ ഞാൻ ലിപ്സ്റ്റിക് എല്ലാം വരക്കും, കണ്ണെഴുതും, അങ്ങനത്തെ കുറേ കുസൃതികൾ ഞാൻ ചെയ്യുമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ അറിയാതെ എൻ്റെ അമ്മയുടെ സാരി എടുത്ത് കൊടുക്കും. എൻ്റെ അമ്മച്ചി ജോലി പോയി. അപ്പോൾ എൻ്റെ അപ്പച്ചൻ 1 വർഷം കഴിഞ്ഞപ്പോൾ ആക്സിഡൻ്റ് ആയിട്ട് എൻ്റെ അപ്പച്ചൻ തളർന്ന് വീണ്. അപ്പോൾ എൻ്റെ അമ്മച്ചിയാണ് ജോലിക്ക് പോയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അമ്മച്ചി വരാൻ നേരത്ത് അപ്പോൾ SLCക്ക് പഠിക്കുമോ ഞാൻ 1 വർഷം. അപ്പോൾ ഞാൻ തന്നെ തുണിയെല്ലാം കഴുകും, ഞാൻ തന്നെ പാത്രം കഴുകി വെക്കും, എല്ലാം ചെയ്തിട്ട് വീട്ടിൽ എൻ്റെ അമ്മച്ചി വരുമ്പോൾ എൻ്റെ അമ്മച്ചിക്ക് ഒരു ജോലി ഉണ്ടാവില്ല. അപ്പം അങ്ങനെയാണ് ഞാൻ വളർന്നത്. പിന്നെ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് ചീത്ത വാക്കുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ ഇങ്ങനെ നാട് വിട്ട് പോയത്. 14ാമത്തെ വയസ്സിൽ. എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞത് 15ാമത്തെ വയസ്സിലായിരുന്നു. ഞാൻ ബാംഗ്ലൂരിലായിരുന്നു. അവിടെയായിരുന്നു എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞത്. എങ്ങനെയാ വീട്ടിൽ നിന്ന് അവരോട് പറഞ്ഞിട്ട് പോയത്? ഒന്നും പറയാതെ? ഫസ്റ്റ് ടൈം ഞാൻ പോയത് ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് ഇവിടുന്ന് പോയത്. അതായത് എനിക്കിങ്ങനെ വയ്യ, ഒന്നെങ്കിൽ ആണായിട്ട് ജീവിക്കണം അല്ലെങ്കിൽ പെണ്ണായിട്ട് ജീവിക്കണോ, ഇവരെല്ലാവരും എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കണം, നാട്ടുകാരും വീട്ടുകാരും, അവർക്ക് ഭാഗമായിട്ട് ഞാൻ ഇരിക്കരുത് എന്നും പറഞ്ഞാണ് ഞാൻ നാട് വിട്ട് പോയത്. വീട്ടിൽ സമ്മതിച്ചോ? ഇല്ല, ഒരിക്കലും സമ്മതിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ 2 ദിവസം വീട്ടിൽ വിട്ടില്ലല്ലോ. അപ്പൊ 2 ദിവസം എങ്ങനെയെങ്കിലും കള്ളത്തരം പറഞ്ഞ് മുങ്ങണ്ടേ, അപ്പൊ വിടത്തുമില്ല. ഞാൻ എന്ത് ചെയ്ത്, വീട്ടിലെല്ലാവരും ചർച്ചിൽ പോണ ടൈമിൽ ഞായറാഴ്ച ദിവസം ചർച്ചിൽ പോകും. അന്ന് ഞാൻ എൻ്റെ അടുത്ത് ഒരു 7:30 മണിയായപ്പോൾ സൺഡേ ക്ലാസ്സിന് പോണ പരിപാടിയുണ്ട്, SLC കഴിഞ്ഞ്. അപ്പോൾ +1ൻ്റെ കൂടെ എനിക്ക് +1 അഡ്മിഷൻ കിട്ടിയില്ല. ഞാൻ സൺഡേ ക്ലാസ്സിന് പോയി ഇരുന്നിട്ട് അവിടെ നിന്ന് ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പറയാതെ അങ്ങോട്ടും ഇങ്ങോട്ട് നിന്ന്, അപ്പോൾ ചർച്ചിൽ കൊണ്ടുപോകും. നടന്നു പോണ വഴിയിൽ ഞാൻ അങ്ങോട്ട് മുങ്ങിയിട്ട് നേരെ എത്തുന്നത് ബാംഗ്ലൂരിലാണ്. കാശുണ്ടായിരുന്നോ കയ്യിൽ? കാശ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, എബിച്ചേട്ടൻ എന്നും പറഞ്ഞ്. അപ്പോൾ എബിച്ചേട്ടൻ്റെ അടുത്ത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കാശുകൾ അങ്ങോട്ട് വാങ്ങാറുണ്ട്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാറുണ്ട്. അങ്ങനെ അങ്ങ് വാങ്ങി അങ്ങോട്ട് പോയി. അവിടെ ചെന്നിട്ട് എങ്ങനെയാണ് ഇങ്ങനെ ഒരു നമുക്ക് പറ്റിയ ഗ്രൂപ്പ് ഇതാണെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിനെ കണ്ടുപിടിക്കേണ്ടത്? അതെ, കാരണം ഒന്നും അറിഞ്ഞുകൂടാത്തൊരു സ്ഥലമല്ലേ. അതിന് മുമ്പ് ഒരു ദിവസം സംഭവം ഉണ്ടായി മാഡം. ഇതെല്ലാം പറഞ്ഞ ആരും വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ മനസ്സിൻ്റെ ഇതാണ്, എനിക്ക് തോന്നലാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ വീട്ടിൽ കിടന്നിട്ടിരിക്കുമ്പോൾ ഒരു സ്വപ്നത്തില് ഒരു സ്ത്രീയുടെ രൂപമാണ്. അതായത് കയ്യിൽ ഒരു താമ്പഴത്തട്ട് എന്നെന്തോ പറയും, എനിക്കറിയത്തില്ല അതിനെപ്പറ്റി സംഭവം. താമ്പൂലത്തട്ട്. അതിൽ നിറയെ ഒരു റെഡ് കളർ സാരിയും പൂവ്, എൻ്റെ ഓർണമെന്റ്സ് എല്ലാം വെച്ചിട്ട് ഇതിട്ടിട്ട് പുറത്തേട്ട് ഇറങ്ങി വന്നും പറഞ്ഞ് എൻ്റെ സ്വപ്നത്തിൽ കണ്ട്. ഞാൻ ക്രിസ്ത്യൻ കുടുംബമാണ്, എനിക്ക് ഇതിനെപ്പറ്റി ദേവികളെ പറ്റിയും ഒന്നും അറിയത്തില്ല. കാരണം അതെല്ലാം കണ്ടുന്ന പിശാച് അങ്ങനെയെല്ലാം പറഞ്ഞ് ഓടണ ഒരു ഇതാണ്. അപ്പൊ എൻ്റെ സ്വപ്നത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ദൈവം ഫസ്റ്റ് എന്തെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടാവും ഞാൻ ഇങ്ങനെ ആകണമെന്ന്. അവിടെ നിന്ന് നേരെ ഞാൻ പോയത് ബാംഗ്ലൂരിലോട്ട് പോയിട്ട് അവിടെ ചെന്ന് ഞാൻ ഒരു റൂം എടുത്ത് താമസിച്ചായിരുന്നു. അപ്പോൾ ഈ ഹിജഡകളെ ഞാൻ കണ്ടു അവിടെ വെച്ച്. അതായത് ട്രാൻസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ അവിടെ വെച്ച് കണ്ടു. അതായത് അവർ അവിടെ ഭിക്ഷാടനമാണ് ചെയ്യുന്നത് അവിടെ. അപ്പൊ ഈ കൈ തട്ടുന്ന ഒരു സൗണ്ട് ഉണ്ട്. ഈ സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ഇത് പുറത്തിറങ്ങി അവരെ കാണുന്നത്. അപ്പം ഞാൻ അവരുടെ അടുത്ത്, അവർക്ക് തമിഴാണ്. അതായത് ഈ നാഗർകോവിലുള്ള ലൗലി അമ്മയുടെ നന്ദിനി അമ്മയും, അതായത് അനിത അമ്മ, അങ്ങനെ രവിത്ര, അങ്ങനെ കുറേ പേരാണ് അവിടെ നിന്നത്. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ട്, നമസ്കാരം, എനിക്കും നിങ്ങളെപ്പോലെ ആകണം, ഇത്രയും ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ അവര് പറഞ്ഞു, ഓ ഇത് നമ്മുടെ ഗ്യാങ് ആണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചിട്ട് പോയി. പിന്നെ എന്തായി ഏതായെന്ന് എനിക്കൊന്നും അറിയത്തില്ല. 6 മാസം കഴിഞ്ഞപ്പോ ഞാൻ പെണ്ണായി. അത്ര എനിക്കറിയൂ. ദീപ,
കാനഡയിൽ നിന്നാണ് വന്നത്. മലയാളമൊക്കെ കുറച്ച് പ്രശ്നമാണല്ലേ? സംസാരിക്കാം. ഈ അവിടെ ഉള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണോ ഇങ്ങനെയുള്ളൊരു വിഭാഗക്കാരോട് പെരുമാറുന്നത്? ട്രാൻസ്ജെൻഡർ ആൾക്കാരൻ എല്ലാ രാജ്യത്തിലുണ്ട്. ഐ മീൻ and when I lived in Canada, I had many friends who were trans men and trans women. പക്ഷേ സംസ്കാരമായിട്ട് ഇത് വ്യത്യാസമാണ്. Here there's some different cultural forms. ഹിജ്റ, അറവാനി, അങ്ങനെ ഈ ട്രാൻസ് വിമൻ ആ സംസ്കാരമുണ്ട്. അവിടെ അത് ഇല്ലായിരുന്നു. പക്ഷേ trans people are everywhere, and people are facing a lot of violations everywhere, but also living with a lot of courage. സഹയാത്രിക എന്നൊരു സംഘടനയുടെ ഫൗണ്ടർ മെമ്പറാണ് അല്ലേ? യെസ്. ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ തുടങ്ങാനുള്ള റീസൺ എന്തായിരുന്നു? ആദ്യമായിട്ട് നമ്മൾക്ക് ഈ ട്രാൻസ്ജെൻഡർ ഇഷ്യൂ അത്ര ലോജിക്കുന്നില്ലായിരുന്നു. ആദ്യമായിട്ട് നമ്മൾക്ക് ഈ സെക്ഷുവാലിറ്റി കുറിച്ച് ലോജിക്കുന്നുണ്ടായിരുന്നു. ഈ സെയിം സെക്സ് റിലേഷൻസ് ഉണ്ടായിരുന്നു. ആ ന്യൂസ് പേപ്പേഴ്സിൽ ഒരുപാട് കഥകൾ പറഞ്ഞു. ഈ ലെസ്ബിയൻ സൂയിസൈഡ്സ്, 2 പെൺകുട്ടികൾ ഓടിപ്പോണു. പിന്നെ നമുക്ക് അതൊക്കെ വേണ്ടി ഒരു ഹെൽപ്പ് ലൈൻ തുടങ്ങി. But then within that community, many people were also transgender. Sometimes within the couples, one person would be a trans man or a സ്ത്രീയായിട്ട് ജനിച്ചു, പക്ഷേ wanting to live as a man, and that's how we have a community more of trans men also. രഞ്ജിനി പിള്ളയോട് ചോദിക്കട്ടെ. ഞാൻ വന്ന ഉടനെ എന്നോട് ആദ്യം പറഞ്ഞ എന്താ അറിയാം? എന്നെ മാതിരിയാണ് ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സ് ചെയ്ത് ഞാൻ പറഞ്ഞില്ല. മുണ്ട് നിരയൊക്കെ കൊടുത്ത് മുടിയൊക്കെ ഇങ്ങനെ ഇടുള്ളൂ. എൻ്റെ ഒരു ഫാനായിട്ടിരിക്കാന്ന് പറഞ്ഞു. ഈ പറഞ്ഞ അനുഭവങ്ങളൊക്കെ തന്നെ ആയിരുന്നോ കുടുംബത്തിൽ? അല്ല. ആരെന്ന് വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് 4 മക്കളാണ്. 4 ആൺപിള്ളേരാണ്. അപ്പം എൻ്റെ 3ാമത്തെ ചേട്ടൻ ജനിച്ച് 5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ജനിച്ചത്. അപ്പം ഞാനൊരു പെൺകുഞ്ഞായിരിക്കും എന്നായിരുന്നു ഒരാഗ്രഹം. പക്ഷേ ഞാൻ ജനിച്ചപ്പോഴാണ് ആയിപ്പോയി. പിന്നെ കുറച്ച് ചാന്തുപെട്ട് സിനിമയുടെ കുറേ സീനുകളൊക്കെ ഉണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ അമ്മയുടെ ചേച്ചി വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നു, അമ്മയുടെ അനിയത്തി ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം ഞാൻ ജനിക്കുന്ന മുമ്പേ പെൺകുട്ടിയുടെ ഡ്രസ്സൊക്കെ തയ്ച്ച് വെച്ചിരുന്നു. ഒരു 5 വർഷം വരെ എന്നെ പെൺകുട്ടിയായിട്ട് തന്നെയാണ് അവർ വളർത്തിയത്. പിന്നെ അത് കഴിഞ്ഞപ്പം കുഞ്ഞമ്മയുടെ വിവാഹം കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞമ്മയ്ക്കൊരു പെൺകുട്ടി കിട്ടിയപ്പോഴത്തേക്കാണ് എനിക്ക് കുറച്ച് ഫ്രീഡം ആയപ്പോഴത്തേക്ക് പിന്നെ സ്കൂളിൽ 1ാം ക്ലാസ്സിൽ പഠിക്കാൻ പോയപ്പോഴത്തേക്ക് പെൺകുട്ടികളുമായിട്ടാണ് കൂട്ട്. അപ്പം എന്തായാലും അന്ന് കളിയാക്കലൊന്നും നടക്കില്ല. കാരണം വെച്ചാൽ 5 വയസ്സുള്ള എൻ്റെ കൂടെ വരുന്നത് 5 വയസ്സുള്ള കുട്ടികളായിരിക്കുമല്ലോ. അവർക്കൊന്നും അറിയില്ലല്ലോ. ഒരു 7ാം ക്ലാസ് വരെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒരു 10ാം ക്ലാസ്സിലായപ്പോഴത്തേക്കാണ് പ്രോബ്ലം ചെറിയ രീതിയിൽ തുടങ്ങിയത്. അന്ന് ഇങ്ങനെ പ്രോബ്ലം തുടങ്ങിയെന്ന് വെച്ചാൽ നടത്തേൽ എൻ്റെ വീട്ടിൽ പ്രശ്നമില്ല. കാര്യം എന്ന് വെച്ചാൽ വീട്ടിൽ ഞാൻ അന്ന് ചേട്ടന്മാരൊക്കെ പുറത്താണ്, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ തന്നെ പാത്രങ്ങൾ കഴുകുന്ന. ഇന്നും ഞാൻ തന്നെയാണ്, ഉച്ചയ്ക്കും ഞാൻ തന്നെയാണ് ജോലി ചെയ്തിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അതിനോടൊന്നും വീട്ടിലൊന്നും ഒരു പ്രോബ്ലം ഇല്ല. അങ്ങനെ അന്നത്തെ കാലത്ത് ഈ പെണ്ണാളൻ എന്നും പറഞ്ഞു അങ്ങനെ കളിയാക്കലല്ല. അന്ന് സിനിമാ നടി സീമ ഫേമസ് ആയ കാലമായിരുന്നു. അപ്പോൾ അന്ന് ഇങ്ങനെയൊക്കെ ഉള്ളവരെ വിളിക്കുന്നത് സീമ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ 10ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേക്ക് അവനെ കണ്ടിട്ടൊരു സീമയുടെ മോഡലുണ്ടല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ എനിക്ക് ടെൻഷൻ തുടങ്ങി. സീമയാണെന്ന് തോന്നുന്നു എന്നൊക്കെ. അപ്പോൾ അതിന് ലാസ്റ്റ് ഈ മാർച്ച് ഏപ്രിൽ പരീക്ഷ ടൈം ആയതുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് എങ്ങനെയെങ്കിലും കഴിഞ്ഞു. SSLC പാസ്സായി. പിന്നെ കോളേജിലേക്ക് പോയപ്പോഴത്തേക്കാണ് എൻ്റെ ഉള്ളിലൊരു മണിച്ചിത്രത്താഴ് പോലെ ഒരു നാഗവല്ലി ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. അതറിയാൻ കാര്യം എന്തെന്ന് വെച്ചാൽ അന്ന് എന്നെ കാണാനായിട്ട് നല്ല ലുക്കാണ്. അപ്പോൾ എല്ലാവരും പെൺകുട്ടിയൊക്കെ ലെറ്റർ കൊടുക്കാനായിട്ട് കോളേജ് ക്യാമ്പസിലാണല്ലോ പ്രേമം തുടങ്ങുന്നത്. അതേപോലെ എനിക്കും ഒരു ലെറ്റർ കിട്ടി. പക്ഷെ ഞാൻ എഴുതിക്കൊണ്ട് പോയത് ഏതെങ്കിലും ഒരു ആമ്പിള്ളേരൊക്കെ കൊടുക്കാനാണ് കൊണ്ടുപോയത്. അവിടെയാണ് എൻ്റെ പ്രശ്നം തുടങ്ങിയത്. പിന്നെ വീട്ടിൽ ചേട്ടന്മാർ ഇവിടെ പുറത്തു പോയാലും പ്രശ്നങ്ങളില്ല. ഞാൻ പോകുന്നതിൽ അവർക്ക് വേറെ കുഴപ്പമില്ല. ഇപ്പം വന്നില്ലെങ്കിൽ പ്രശ്നങ്ങൾ.
അപ്പോൾ എന്നെ അടുക്കളയിൽ തന്നെ ഒതുക്കി നിർത്താനുള്ള ഒരു എന്ത് കാര്യത്തിന് ഞാൻ തന്നെ വീട്ടിൽ വേണം. ഇപ്പോൾ പശു ഉണ്ടെങ്കിൽ അതിന് കച്ചിൽ കൊടുത്താൽ ഒരു കുടുംബിനി. ഇപ്പം എൻ്റെ വേഷം അത് കണക്കാണ്. അങ്ങനെ അന്ന് മുതലേ ചെറിയ പ്രായത്തിലെ അമ്മ റോള് ചെയ്ത് ഇപ്പം അമ്മയായി. അങ്ങനെ ഞാൻ വിചാരിച്ചു ഭയങ്കര ഇഷ്ടം, ഇപ്പോഴും ഇഷ്ടം. ആ അപ്പോഴും ഞാൻ വിചാരിച്ചു എങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഇറങ്ങണമെന്നും. അങ്ങനെ ഞാൻ ഫൈനാൻസ് കമ്പനി തുടങ്ങി. ഫാമിലിയിൽ നിന്ന് തന്നെ ഫാദറിൻ്റെ ഫൈനാൻസ് ആയിരുന്നു. അവിടെയും ഈ ട്രാൻസ്ജെൻഡർ എന്നുള്ള രീതിയിൽ വൻ പരാജയമായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഈ ഡെയിലി കളക്ഷനൊക്കെ ക്യാഷ് കൊടുക്കുന്നത് മാർക്കറ്റിലൊക്കെ. നമ്മളിവിടെ നിന്ന് പോകുന്നത് ആടിക്കുഴഞ്ഞ് കൈയൊക്കെ വീശിയല്ലേ കൊടുത്തേക്കുന്നത്. കറക്റ്റാ ഞാൻ പറയുന്നത് മാഡം. അവർ വാങ്ങിക്കാൻ നേരത്ത് പറയും നല്ല കുട്ടിയാണ്, നല്ല സ്വഭാവമാണ്, വീട്ടിലേതാണ്. ഇത് തിരിച്ച് ചോദിക്കാൻ ചെല്ലുമ്പോഴാണ് അവർ മനസ്സിലാക്കി വെച്ചിരുന്ന ഭാഷകൾ കേൾക്കുന്നത്. നാണക്കേട് കാരണം പിന്നെ അങ്ങോട്ട് പോവില്ല. ബാധ്യതകളേറി നമുക്ക് പറ്റിയ പണിയല്ല എന്ന് മനസ്സിലാക്കി. അപ്പം എൻ്റെ കുഞ്ഞമ്മയുടെ മകളെ ഞങ്ങളാണ് വളർത്തുന്നത്, ഞങ്ങൾക്ക് പെമ്പിളെ. അപ്പോഴും അപകർഷതാബോധം ഉണ്ടായിരുന്നു. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയായി. എൻ്റെ വീട്ടുകാരിൽ നിന്ന് എനിക്ക് പ്രശ്നമില്ല. വീട്ടിൽ നല്ല മോൻ, വീട്ടിൽ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, മുടി നീട്ടി വളർത്തുന്നില്ല, നല്ല ജീൻസ് ഇട്ടുകൊണ്ട് നല്ല പാൻറ്റും ഷർട്ടും ഇട്ടുകൊണ്ട് പോകുന്നു, വീട്ടിലെ പെണ്ണിൻ്റെ കാര്യങ്ങളെല്ലാം നടത്തുന്നു. പുറത്ത് ബന്ധുക്കൾ ആരെങ്കിലും വന്നാൽ അമ്മ അടുക്കളയിൽ ചായ ഇടാൻ പോകുന്നതിന് മുമ്പേ ആ ഗസ്റ്റിനെ എങ്ങനെ സ്വീകരിക്കണം, ഒരു കല്യാണ വീട്. എല്ലാവർക്കും നാട്ടിലുള്ളവർക്കൊക്കെ. പക്ഷേ എൻ്റെ ഉള്ളിലുള്ള കാര്യം ഞാൻ ആരോട് പറയും? അങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞമ്മയുടെ മകൾക്കൊരു വിവാഹം നടക്കണമെങ്കിൽ അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ചവറ കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൽ പോയാൽ വിളക്കെടുത്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടത്തുമോ. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് വേഷം കെട്ടാനായിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് വിളക്കെടുത്തേക്കാളും എനിക്ക് ഭയങ്കര ഒരു മനസ്സമാധാനം കിട്ടി. ഞാൻ മാത്രമല്ല ഇവിടെ ഉള്ളത്, ഒരുപാട് പേരുണ്ട്. അവിടെ നിന്ന് ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയുടെ ഇടയ്ക്ക് വരികയും ഞാൻ നല്ല എൻജോയ് ചെയ്തിപ്പം ജീവിക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ നിയമത്തിൽ സ്ത്രീയും പുരുഷനും സമമാണ് എന്നാണ് പറയുന്നത്. ഇവരുടെ അവസ്ഥ എന്താണ് യഥാർത്ഥം? ഇവരുടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന തന്നെ നമുക്ക് കുറേയൊക്കെ മനസ്സിലായി. ഇതിലൊരു വളരെ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിമൻ ടു മെൻ വിസിബിൾ അല്ല എന്ന് പറയുന്നത്. വിമൻ ടു മെൻ അനുവദനീയമല്ല സൊസൈറ്റിയിൽ. പിന്നെയും മെൻ ടു വിമൻ പിന്നെയും സമ്മതിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവണം വിസിബിലിറ്റിയിൽ തന്നെ. അപ്പോൾ അത് തന്നെ അവിടെയും ഒരു ജെൻഡറിൻ്റെ മറ്റൊരു രീതിയിലുള്ള ഒരു ഇടപെടലാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ ജസ്റ്റിസാണ് നമ്മളുടെ ഓരോ ഇടങ്ങളിലും നടപ്പിലാവേണ്ടത്. ഇപ്പം ഞാൻ ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷന് വിധേയമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പാക്കപ്പ് മൈ ബാഗ് ആൻഡ് ഗോ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് വളരെ ക്ലിയർ ആണ്. ഇറസ്പെക്റ്റീവ് ഓഫ് സെക്സ്, ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ, ഇറസ്പെക്റ്റീവ് ഓഫ് ലാംഗ്വേജ്, അങ്ങനെ ഉള്ള. അപ്പോൾ ഈ സെക്സ് എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് സെക്സ്, അതാണ് ഇവരുടെ നിർവചനത്തിൻ്റെ പ്രശ്നം വരുന്നത്. സെക്സ് എന്ന് പറയുമ്പോൾ മെയിൽ ഓർ ഫീമെയിൽ എന്ന് മാത്രമാണ്. പക്ഷെ ഇവിടെയാണ് വിഷയം വരുന്നത്. ഞാൻ സാരി ഉടുത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ പറയുന്നു ഞാൻ ലേഡി വിമൺ എന്ന് പറയുമ്പോൾ ഞാൻ ആശയാണ്, ഞാൻ അഡ്വക്കേറ്റാണ്, ഞാൻ ലേഡിയാണ്, നിങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ ഇവിടെ ഒരാളിരുന്നിട്ട് അതേപോലെ തന്നെ ഒരു വേഷത്തിലിരുന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു സംശയം. സോ എൻ്റെ സെക്ഷൽ ഓറിയൻറ്റേഷനെ ഞാനാണോ തീരുമാനിക്കേണ്ടത്, സമൂഹമാണോ തീരുമാനിക്കേണ്ടത്? ബയോളജിക്കലി ഒരാൾ ഒരു ലിംഗത്തിൽ ജനിച്ചാൽ വേണ്ടി മാത്രമേ അയാൾ ആ ലിംഗത്തിലെ ഉടമയാവുള്ളൂ എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങളുണ്ട്. സോ ദ ഡെഫിനിഷൻ ടു സെക്സ് ഹാസ് ടു ബി എക്സ്പാൻഡഡ്, വൈഡൻഡ്, സോ ആസ് ടു ഇൻകോപ്പറേറ്റ് ഓൾ പീപ്പിൾ. അത് ഒരു മനുഷ്യൻ്റെ വളരെ ക്ലിയർ ആയിട്ടുള്ള പേഴ്സണൽ ലിബർട്ടിയാണ്. റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ഇൻക്ലൂഡ്സ് ദി സെക്ഷൽ ഡിറ്റർമിനേഷൻ എന്ന സംഗതിയും കൂടിയുണ്ട്, ഓർ ദ ഡിറ്റർമിനേഷൻ ഓഫ് വൺ സെൽഫ് എന്നുള്ളത്. അപ്പോൾ ഇത്തരം സംഗതികളൊന്നും നമ്മൾ അനുവദിക്കുന്നില്ല. നമ്മൾ ഒരുപാട് ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ കാര്യങ്ങൾ കൂടി ചെയ്യാണ്. നമ്മളുടെ കോളങ്ങളിൽ പോലും ഇല്ല
അടയാളപ്പെടുത്തുവാനായിട്ട്. മാൻ, വിമൻ എന്ന് മാത്രമേ ഉള്ളൂ, അതർ പേഴ്സൺസ് ഇല്ല. നമ്മുടെ റേഷൻ കാർഡുകളിലേക്ക് വന്ന് തുടങ്ങുന്നത് നമ്മുടെ ഇന്ത്യൻ നിയമത്തിൽ മാത്രമില്ലെന്നാണോ പറയുന്നത്, അതോ വേൾഡ് വൈഡ് ആയിട്ട് അങ്ങനെ? വേൾഡ് വൈഡ് ആയിട്ട് അങ്ങനെ തന്നെ ആയിരുന്നു, പക്ഷെ പിന്നെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. ഈവൻ തമിഴ്നാട്ടിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ മാറ്റം വന്നു തുടങ്ങി. നമ്മുടെ ഇവിടെ ഇപ്പോഴും ഇതാണ് പ്രശ്നം. പിന്നെ 377 എന്ന സംഗതി, അതായത് ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ്, ആണും പെണ്ണും തമ്മിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിപരമായിട്ടുള്ള റിലേഷൻഷിപ്പിനെയാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നത്, അല്ലാത്തതിനെ അംഗീകരിക്കുന്നില്ല. ഇനി എന്താണ് പ്രകൃതിപരത? ഒരാണും ഭാര്യയും ഭർത്താവും ആവാം, അവർ വീടിൻ്റെ അകത്ത് ബെഡ്റൂമിൻ്റെ അകത്ത് ചെയ്യുന്ന സെക്സ് ഈ രീതിയിലുള്ള സെക്സ് മാത്രമാണോ എന്ന് അന്വേഷിക്കാൻ എന്താണ് സാധ്യതകളുള്ളത്? അപ്പോൾ എല്ലാ ബെഡ്റൂംസിനകത്തും ഈ 377 വയലേഷൻ നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ എവറി വിമൻ ഓർ എവറി മെൻ ഇൻ ഇന്ത്യ ഹു ആർ ഗോയിങ് ത്രൂ ദിസ് സെക്ഷൽ ഇന്റർകോഴ്സ് ഹാസ് ടു ബി അക്യൂസ്ഡ് അല്ലേ? പക്ഷേ അത് നമ്മൾ ആട്രിബ്യൂട്ട് ചെയ്യുന്നത് മെയിൽ ടു മെയിൽ, ഫീമെയിൽ ടു ഫീമെയിൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ആണ് അത് സംഭവിക്കുന്നത്, മറ്റു റിലേഷൻഷിപ്പിലൊന്നും അതില്ല എന്ന സംഗതിയാണ്. ഇതിനെ മാറ്റി എഴുതി ഡൽഹി ഹൈക്കോടതി വിധിയിലൂടെ. അതിനെ സൂപ്പർസീഡ് ചെയ്തിട്ട് സുപ്രീം കോർട്ട് വിധി വന്നു. ബട്ട് തിങ് ഇസ് ദാറ്റ് സുപ്രീം കോർട്ടിലെ വിധിയിൽ വളരെ ക്ലിയർ അല്ല. നമ്മുടെ പാർലമെന്റ് കാലോചിതമായി ഇത് ആലോചിക്കുകയും ചിന്തിക്കുകയും പരിവർത്തനം ചെയ്യുകയും വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ പോസിറ്റീവ് സ്റ്റെപ്പ്. സോ ഞാൻ എവിടേക്കാണ് അത് പോയിരിക്കുന്നത്? പാർലമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ജനങ്ങളിൽ കൃത്യമായി തന്നെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാൾ ഇലക്ഷൻ നിൽക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു കാലഘട്ടം, ഗണ്യമായ വോട്ടിന്റെ എണ്ണം ഇവർക്കുണ്ടോ എന്ന് നോക്കുന്നു. ഇങ്ങനത്തെ കുറേ സംഗതികളാണ് പാർലമെന്റിലെ നിയമങ്ങളെ തീരുമാനിക്കുന്നത്. പക്ഷെ എനിക്ക് പറയാനുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നതാണ് നമ്മുടെ നാട്ടിലെ നിയമം. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ജസ്റ്റിസ് നടപ്പിലാകുന്ന ഒരു രാജ്യമായിരിക്കണം നമ്മുടെ രാജ്യം. അല്ലാതെ ഓരോ ആരാണ് ഭരിക്കുന്നത്, അവരുടെ പൊളിറ്റിക്സ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ പോളിസീസ് എന്താണ്, ആ പാർട്ടിയുടെ മാനിഫെസ്റ്റോ എന്താണ്, അതല്ല കൊണ്ടുവരേണ്ടത്. നമ്മുടെ നാട് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് വിൽ ഓഫ് ദ പീപ്പിൾ ഈസ് സുപ്രീം. ആ രീതിയിൽ അത് പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സ്പേസ് ഉണ്ട്, നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ട്. ആ രീതിയിലേക്ക് നമ്മുടെ നിയമത്തെ കൊണ്ടുവരേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ശ്രീകുട്ടി, ഇപ്പോൾ ഇവരെല്ലാം പറഞ്ഞൊരു അനുഭവം സ്വാഭാവികമായും നിങ്ങളുടെയും ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം അല്ലേ? യഥാർത്ഥത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പീഡനം എന്ന് പറയുന്നത് നിയമത്തിന് മുൻപിലുള്ളതാണോ അതോ സമൂഹത്തിന് മുമ്പ് ജനങ്ങൾ നിങ്ങളോട് കാണിക്കുന്നതാണോ? ഫസ്റ്റ് തുടങ്ങുന്നത് വീട്ടിൽ നിന്നാണ്. കാരണം വീട്ടിൽ നിന്ന് സഹോദരങ്ങളായാലും ശരി, അമ്മയായാലും ശരി, അച്ഛനായാലും അവർക്കൊക്കെ ഒരു പൊസിഷൻ ഉണ്ടാവും ഈ നമ്മുടെ സൊസൈറ്റിയുടെ ഇടയിൽ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളെ നേരെ അടിച്ച് വളർത്താത്തത് കൊണ്ടാണോ ഇങ്ങനെ നടക്കുന്നത്? അല്ലെങ്കിൽ പെണ്ണുങ്ങളെ പോലെ നടക്കുന്നത്, എന്താ പെൺകുട്ടികളോട് സഹകരിക്കുന്നത്, ആൺകുട്ടികളെ പോലെ നടന്നുകൂടെയെന്ന് ചോദിക്കുന്നത് ആദ്യം പീഡനം തുടങ്ങുന്ന ഭവനത്താണ്. ഭവനങ്ങളിൽ തന്നെയാണ് മാനസികമായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഫീലിങ്സ്. കാരണം ഞങ്ങൾ ആരും ഞങ്ങളുടെ ഫാമിലിനെ ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാൻ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. സ്വയം നമ്മുടെ റിയാലിറ്റി, ഞങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കണം, ഒരു സന്തോഷം, ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ ലൈഫിൽ കിട്ടുന്നു. ആ ഒരു രീതി കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ മറ്റുള്ള വേദനിപ്പിച്ചുകൊണ്ടല്ല. അപ്പോൾ ആദ്യം നടക്കുന്ന പീഡനം ഭവനത്തിൽ നിന്ന്, രണ്ടാമത് സൊസൈറ്റിയിൽ നിന്ന്, മൂന്നാമത് ഗവൺമെൻറ്റിൽ നിന്ന്, പിന്നെ പോലീസിൽ നിന്ന്, ഈ പല ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ നിരന്തരം പീഡനം അനുഭവിച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത്. നിയമത്തിൽ ബോധം വരണമെങ്കിൽ ആദ്യം സമൂഹം നന്നാവണം എന്നാണ് പറയുക അല്ലേ? അപ്പൊ സമൂഹത്തിന് ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതിൽ ഒരു സംഘടനയുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട ആ നിലയ്ക്ക് സഹയാത്രിക എന്ത് ചെയ്തിട്ടുണ്ട് സമൂഹത്തിന് ഒരു അവയർനെസ് ഉണ്ടാക്കാനായിട്ട്? കാരണം നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിയമത്തിന് വേറെ നിവൃത്തിയില്ല, എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തേ പറ്റും. അതായത് ഇപ്പോൾ ദീപ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. സ്ത്രീകളുടെ ഇടയിലുള്ള ആത്മഹത്യകൾ, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കുന്ന ആത്മഹത്യകളെ കുറിച്ചിട്ട് ഇവരൊരു വസ്തുതാ പഠനം നടത്തുകയും ആ വസ്തുതാ പഠനത്തിലാണ് മനസ്സിലാവുന്നത് അതിൽ കൂടുതലും ആളുകൾ സെയിം സെക്സ് റിലേഷൻഷിപ്പിലുള്ള ആളുകളാണ്, അങ്ങനെയുള്ള ആളുകളാണ് കൂടുതലും ആത്മഹത്യ ചെയ്തിട്ടുള്ളത് അവർക്ക് മനസ്സിലാവുക. അങ്ങനെ ഈ വിഷയത്തിൽ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ഇടപെടണമെന്നും പഠിക്കണമെന്നും അത്തരം ആളുകളെ കണ്ടുപിടിക്കണമെന്നും അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടാണ് സഹയാത്രിക എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതി ആലോചിച്ചത്. അപ്പോൾ അവരൊരു ആദ്യം ഒരു ഹെൽപ്പ് ലൈൻ ഉണ്ടാക്കി, അതുപോലെ തന്നെ ഒരു പോസ്റ്റ് ബോക്സ് ഉണ്ടാക്കി. അപ്പോൾ ആ പോസ്റ്റ് ബോക്സ് വനിത പോലെ ഒരു മാഗസിനിൽ അതിൻ്റെ ഒരു കുറിപ്പ് വന്നിട്ടുണ്ടായിരുന്നു, സഹയാത്രിയെ കുറിച്ചിട്ടുള്ളൊരു വിവരണം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് അതിനെക്കുറിച്ച് കേട്ടിട്ടൊക്കെ ഒരുപാട് ആളുകൾ, ഒരുപാട് സ്ത്രീകൾ ഈ പോസ്റ്റ് ബോക്സിലേക്ക് കത്തുകൾ എഴുതാൻ തുടങ്ങുകയും അതുപോലെ തന്നെ ഹെൽപ്പ് ലൈനിലേക്ക് വിളിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് ഇത് പ്രചരിക്കാൻ തുടങ്ങിയത് ഇതായിട്ട്. അതുപോലെ തന്നെ അക്കാഡമിക് ലെവലിൽ നമ്മൾ ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ നമ്മൾ രണ്ടാമത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം രണ്ട് വർഷമായി. അതായത് കുറച്ച് സീരിയസ് ആയിട്ട് കുറച്ചും കൂടിയും ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക കഴിഞ്ഞ 2 വർഷമായിട്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ, അതുപോലെ തന്നെ കോളേജിൽ, നമ്മുടെ എന്താ പറയുക
സാമൂഹ്യ പ്രവർത്തകരുടെ ഇടയിൽ സിനിമകൾ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ പല രീതിയിലും ഈ വിവരങ്ങളെ കുറിച്ചിട്ടുള്ള ജെൻഡറിനെ കുറിച്ചിട്ട്, ജെൻഡർ സെക്ഷുവാലിറ്റി, അതുപോലെ തന്നെ മാസ്കുലിനിറ്റീസ്, അതേപോലെ ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തിയിട്ട്, അതുപോലെ തന്നെ എങ്ങനെയാണ് സമൂഹത്തിൽ ഈ വിഷയങ്ങൾ കുറച്ചും കൂടി എന്താ പറയുക, നമ്മൾ കുറച്ചും കൂടി പബ്ലിക്കായിട്ട് നമ്മൾ സംസാരിക്കും, ജനങ്ങളുടെയും കൂടി പങ്കാളിത്തത്തോടുകൂടി ഈ ഒരു സംഗതി പ്രചരിപ്പിക്കാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ആലോചനയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രധാനമായിട്ട് ജെൻഡർ സെൻസിറ്റൈസേഷൻ പ്രോഗ്രാമുകളാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മീഡിയയിൽ കാര്യക്ഷമമായിട്ട് ഇടപെടും. ഇപ്പോൾ ക്യൂർപൈഡ് ഒക്കെ പോലെയുള്ള പ്രോഗ്രാമുകൾ നമ്മൾ ഇനിഷ്യേറ്റീവ്, സഹയാത്രിക മാത്രമല്ല, അത് ക്യൂർപൈഡ് കേരളം എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഇൻഫോർമൽ ഗ്രൂപ്പാണ് അത് ചെയ്യുന്നത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സാമൂഹ്യ പ്രവർത്തകരുടെ, കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, CBOs, അതുപോലെ തന്നെ മാധ്യമങ്ങൾ, അങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ളൊരു കൂട്ടായ്മയാണ് ക്യൂർപൈഡ് കേരളം. കേരളത്തിലെ 14 ജില്ലകളിലും ക്യൂർപൈഡ് റാലികൾ സംഘടിപ്പിക്കുകയും ആ നിലയിൽ കേരള സമൂഹത്തിന് ലൈംഗിക ന്യൂനപക്ഷത്തിലും വ്യത്യസ്തമായ ലിംഗനിലകളിലും ലൈംഗിക നിലകളിൽ നിലനിൽക്കുന്ന മനുഷ്യന്മാർക്ക് അന്തസ്സോടും അഭിമാനത്തോടും കൂടി ജീവിക്കുവാനും അവർക്ക് പണിയെടുത്ത് ജീവിക്കുവാനും സാമൂഹ്യമായ അംഗീകാരം ഉണ്ടാകുവാനുമുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളും നിയമ നടപടികളും സർക്കാർ രംഗത്തുള്ള ഇടപെടലുകൾ നടത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാഥമികമായ ലക്ഷ്യം. ബീന, ഒരു വീട്ടിൽ ഇങ്ങനെ ഒരു തേർഡ് ജെൻഡർ ഒരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരെ വീട്ടിൽ ചെന്ന് ഒരു സ്റ്റഡി ക്ലാസ് കൊടുക്കാൻ, ആ കുട്ടിയോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, എന്ത് രീതിയിൽ അവർക്ക് പിന്നെ ആ കുട്ടിക്ക് ഒരു മാനസികപരമായിട്ട് എന്ത് രീതിയിൽ സപ്പോർട്ട് കൊടുക്കാം എന്നൊരു ക്ലാസ് പോലെ ഒരു അവയർനെസ് ക്ലാസ് നടത്താൻ പറ്റിയിട്ടുണ്ടോ? പറഞ്ഞതുപോലെ തന്നെ നമ്മളിലേക്ക് എത്തുന്ന ആളുകളാണ് കൂടുതലായിട്ടുള്ളത്. പക്ഷേ അപ്പം ഫാമിലിയായിട്ടുള്ള ഇൻട്രാക്ഷൻ നമുക്കിപ്പോൾ എല്ലാ കേസിലും അപൂർവം ചില കേസിലൊക്കെ നടക്കാം. ഞങ്ങൾ തന്നെ സഹയാത്രിയുടെ ആദ്യ പ്രവർത്തനങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ വരുന്ന ആൾ ആദ്യം തന്നെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫാമിലിയായിട്ട് തന്നെ സംസാരിക്കാൻ പറ്റുമോ, ഇതൊരു വലിയ പ്രശ്നമുള്ള കാര്യമല്ല എന്ന് അവരെ ധരിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്ന ആദ്യ സ്റ്റെപ്പ് തന്നെ. പിന്നീടാണ് നമ്മൾ അതിനെ അവർക്ക് ആവശ്യമുള്ള, അവർക്ക് വേണമെങ്കിൽ സ്കൂളിൽ നിന്ന് തുടങ്ങിക്കൂടെ ഒരു വിദ്യാഭ്യാസപരമായിട്ട് നമ്മളത് മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ പോലും ശരിക്കും ഒരു കുട്ടി വളർന്നു വരുന്നത്. പക്ഷേ ഒരു അന്നത്തെ ചേച്ചി നേരത്തെ പറഞ്ഞ വേർഡ്സ് തന്നെ തെറ്റാണ്. തേർഡ് ജെൻഡർ, അപ്പൊ ഹു ഈസ് ഫസ്റ്റ് ജെൻഡർ? ആണാണോ? സ്ത്രീകൾ അത് പുരുഷന് കൊടുക്കും ആ സ്ഥാനം, 1ാം സ്ഥാനം കൊടുക്കുമോ നിങ്ങൾ? ഇല്ല. അപ്പൊ ആരാണ് തേർഡ് ജെൻഡർ? ആ വാക്ക് തന്നെ തെറ്റാണ്. ട്രാൻസ്ജെൻഡർ എന്ന വാക്കാണ് നമ്മൾ മലയാളത്തിൽ യൂസ് ചെയ്യുന്ന നമ്മൾ സാമൂഹ്യ നീതി വകുപ്പിനോട് പറഞ്ഞത്. ഭിന്ന ലൈംഗികതർ എന്ന വാക്ക് എന്നത് ഉദ്ദേശിക്കുന്നത് ഹെറ്ററോസെക്ഷൽ ആ റിലേഷന് പെട്ടതാണ്. പക്ഷെ തേർഡ് ജെൻഡർ, 3ാം ലിംഗം, അപ്പൊ അവിടെ ആരാണ് ഫസ്റ്റ്? അപ്പൊ അതിന് പോലും മെജോറിറ്റി പുരുഷാധിപത്യ മേഖലയിലേക്ക് വന്നു. അതുകൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഈ രീതിയിലേക്ക് കാണുന്നത്. അതായത് ഈ മാസ്കുലിനിറ്റി, ആണത്വം എന്ന പവർ, അതുകൊണ്ട് ഫെമിനിറ്റീനെയൊക്കെ അടിച്ചേൽപ്പിക്കുകയാണ്. അതും ഞങ്ങളിലേക്ക് വരുന്നു, മെയിൽ ടു ഫീമെയിൽ ട്രാൻസ്ജെൻഡേഴ്സിലേക്ക് വരുന്നു. പക്ഷേ ഫീമെയിൽ ടു മെയിൽ ട്രാൻസ്ജെൻഡേഴ്സ് അവരുടെ മാസ്കുലിനിറ്റി പവർ യൂസ് ചെയ്യുമ്പോൾ അത് ഈ ഇരിക്കുന്ന ആൾക്കാർക്ക് അതൊന്നും രുചിക്കുന്നില്ല. അപ്പം എല്ലാം ഈ ബേസ്ഡ് ആണ്. സത്യത്തിൽ നമുക്ക് വാക്കുകൾ പോലും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത്തരത്തിലാണ്. സത്യത്തിൽ നമുക്ക് അംഗീകാരമല്ല വേണ്ടത്, അത് ചോദിച്ച് വാങ്ങല്ല വേണ്ടത്, മനസ്സിലാക്കണം ഇതിനെക്കുറിച്ച് അവയർനെസ്. ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ ഈ സെക്സ്, ജെൻഡർ, സെക്ഷുവാലിറ്റി എന്നീ കാര്യങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങണം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു കുട്ടിക്ക് വേണ്ടത് അവൻ്റെ വിദ്യാഭ്യാസമാണ്. ആ കുട്ടി ഒരു തലത്തിലേക്ക് എത്തണമെങ്കിൽ, ഒരു ജോലി നേടണമെങ്കിൽ അവന് ആവശ്യം വിദ്യാഭ്യാസമാണ്. വീട്ടുകാർ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസം അയാൾക്ക് എന്തെങ്കിലും പലപ്പോഴും ഇത്തരം ഒരു പരിഹാസമോ അല്ലെങ്കിൽ അവഗണന കാരണം വിദ്യാഭ്യാസം മുടങ്ങി അവരുടെ ജീവിതം തന്നെ സൂര്യ പിന്നെ പഠിക്കുന്ന കാലത്ത് എങ്ങനെയായിരുന്നു കുട്ടികള്? ഞാൻ പഠിച്ചത് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്ന ബോയ്സ് സ്കൂളിലാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു സ്കൂളിൽ ഞാൻ മാത്രമായിരുന്നു ഒരു പെൺകുട്ടി. അപ്പോൾ ഈ 5000-6000 പേരുടെ കണ്ണുകളെല്ലാം എന്നെയാണ്. കാരണം ഞാൻ മാത്രം എന്താ ഇങ്ങനെ ഈ സ്കൂളിൽ പ്രത്യേകതയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ അങ്ങനെ പെണ്ണായിട്ട്. അവര് കാണുന്ന ഒരു സ്ത്രീ. അപ്പോൾ എന്നെ സ്കൂളിൽ കളിയാക്കി വിളിച്ചിരുന്ന സുന്ദരി എന്നായിരുന്നു. സ്കൂളിൽ 5ാം ക്ലാസ്സിലെ കുട്ടി തൊട്ട് ഇപ്പോൾ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ +2 പഠിക്കുന്ന ചേട്ടന്മാരോട് ചോദിച്ചിരുന്നാൽ കൂടി എന്നെ അറിയാം. കാരണം ആ സ്കൂളിൽ ഞാൻ ഒരാളേ ഉള്ളൂ. അപ്പോൾ ഈ 5000 പേരുടെ കണ്ണുകളും എന്നെയാണ് തുറച്ചു നോക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പീഡനം എന്ന് പറയുന്നത് വളരെ, കാരണം ഒരുപാട് ക്ലാസ്സിലിരിക്കാൻ പറ്റിയിട്ടില്ല. മൂത്രപ്പെരയിൽ ഒന്നിച്ച് എന്താ പറയുക, എനിക്ക് സ്വതന്ത്രമായിട്ട് എന്താ പറയുക വിസർജനം ചെയ്യാൻ കൂടിയുള്ള ഒരു മാനസികാവസ്ഥ എനിക്ക് എൻ്റെ സ്കൂൾ പഠന സമയത്തില്ല. പോകാൻ പറ്റില്ല. പെൺകുട്ടികൾ ഇല്ല അവിടെ, വേറെ ബാത്റൂം ഇല്ല. ആകെ ഒരു ബാത്റൂമോടെ ആൺകുട്ടികളുടെ അവിടെ എനിക്ക് പോകാൻ കഴിയില്ല. അങ്ങനെയുള്ള സ്കൂള് പിന്നെ ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്.
എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആദ്യം ഞാൻ എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്തുക, അല്ലെങ്കിൽ എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നിർത്തുക. അത് ആര് ചെയ്താലും എന്ത് ചെയ്താലും എനിക്കാണ് അവിടെ പ്രശ്നം. അങ്ങനെ ഉണ്ടാകുമ്പോൾ എങ്ങനെയും ഈ സ്കൂളിൽ നിന്നൊന്ന് ഇറങ്ങി ഓടിയാൽ മതി. അത് വീട്ടിൽ പറയുമ്പോൾ ഉണ്ടാകുന്ന എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റാത്തതിൻ്റെ ഉഴപ്പോ, നിനക്ക് ഉഴപ്പാണ്, അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ പലപ്പോഴും ക്ലാസ്സുകൾ കട്ട് ചെയ്ത് ഞാൻ പല സ്ഥലങ്ങളിലും ചെന്ന് ഇരുന്ന് എങ്ങനെയും 3:30 മണിയായിട്ട് വീട്ടിലോട്ട് ചെല്ലുന്നത്, അതും വീട്ടുകാർ കണ്ടുപിടിച്ച് അടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ 10ാം ക്ലാസ് എന്ന് പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രഷർ വന്നത് ആ ടൈമിലായിരുന്നു. കാരണം ചെറിയ പൊടി മീശയൊക്കെ വന്ന സമയത്ത് ഇതെനിക്ക് ഇഷ്ടമില്ലാതെ വരുന്ന ടൈമിൽ സ്കൂളിലെ കുട്ടികൾ എന്താ പറയുക, സ്നേഹം അങ്ങനെ പറഞ്ഞ് കുറേ പേര് കളിയാക്കാറുണ്ട്. ഇൻഷേർട്ട് ചെയ്യണം സ്കൂളിൽ, എന്നെ കൊണ്ട് കഴിയും, എനിക്ക് ഇൻഷേർട്ട് ചെയ്യുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെ നിർബന്ധിച്ച് എന്നെ ഞാൻ തോറ്റുപോവുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഇനി മുൻപോട്ട് എനിക്ക് പഠിക്കണമെന്ന ആഗ്രഹമില്ല, എങ്ങോട്ടെങ്കിലും ഓടിപ്പോകണം എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ എനിക്ക് സമൂഹത്തിൽ എൻ്റെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ ഞാനും ഈ സമൂഹത്തിൽ ഉൾപ്പെട്ട ഒരു ജീവിയാണ്, മനുഷ്യനെ കിടത്തിപ്പെടുന്ന ഒരു ജീവിയാണ്. എല്ലാവരെ പോലെ എനിക്കും ജീവിക്കണം. അവർ ഭക്ഷണം കഴിക്കുന്നുണ്ടോ, എനിക്കും ഭക്ഷണം കഴിക്കണം. ഈ സമൂഹത്തിൽ മാന്യമായിട്ട് എനിക്ക് ജീവിക്കാൻ കഴിയും എന്നൊരു ഉറച്ച വിശ്വാസം എന്നിലേക്ക് ഞാൻ ഉണ്ടാക്കിയെടുക്കുകയും പല നാടുകളിൽ പോയിട്ടും ഞാൻ ഓടി എൻ്റെ വീട്ടിൽ തന്നെ വരികയും അവിടെ ഫൈറ്റ് ചെയ്ത് തന്നെ ഇന്ന് ഈ ലെവൽ വരെ ഒറ്റയ്ക്ക് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു ലെവൽ വരെ എത്താൻ എനിക്ക് കഴിഞ്ഞു. അതിന് ഒരുപാട് എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള കൂട്ടുകാർ എന്നെ സഹായിച്ചിട്ടുണ്ട്, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. സൂര്യ മാരീഡ് ആണ്? ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട് ഇപ്പോഴായിട്ട്. എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഞാൻ ഒരാളെ എന്നോട് ഇഷ്ടമായിരുന്നു, അദ്ദേഹവും ഞാനും കൂടി ചേർന്ന് എൻ്റെ ഓപ്പറേഷൻ ഞാൻ പോയി സർജറി ചെയ്തു. ഞാൻ സർജറി ചെയ്തത് കോയമ്പത്തൂരാണ്. കേരളത്തിൽ ഉണ്ടോ അവൈലബിലിറ്റി? സർജറി കഴിഞ്ഞു. ഞാൻ ഇവിടെ വന്ന് 41 ദിവസം കഴിഞ്ഞ് ഒരു പനിയായിട്ട് തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ, അവിടെ മെയിൽ ഫീമെയിൽ എന്ന് 2, അതിൽ മെയിൽ കോളം ടിക്ക് ചെയ്തു. എനിക്ക് ഞാൻ ആ കോളം വെട്ടിയിട്ട് TG എന്ന് എഴുതിയിട്ട് OP ടിക്കറ്റ് കൊണ്ടുവന്ന് ഡോക്ടറുടെ കയ്യിൽ കൊടുത്തു. ഡോക്ടർ സോറി, എനിക്ക് TGസിന് എനിക്കറിയില്ല എന്താണ്. ഡോക്ടർ പറയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ സർജറി കഴിഞ്ഞു, ഇന്ന സർജറിയാണ്, അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഡോക്ടറിനോട് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. ആ ഒരു ഫെസിലിറ്റീസ് ഇല്ല. ഞാൻ പറഞ്ഞു എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു പനിയാണ്, ഒരു പാരസെറ്റമോളെങ്കിലും എഴുതി തരണം. ഇല്ല, വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പൊക്കോളൂ. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എന്നെ അവോയ്ഡ് ചെയ്ത് വിട്ടു. ഞാനൊരു പാരസെറ്റമോൾ കഴിച്ച് വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇത്രയും MBBS വരെ പഠിച്ച നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സിൻ്റെ നിലപാട്. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ ഇന്ന് എനിക്കൊരു ഐഡൻറ്റിറ്റി ഇല്ല. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് ശമ്പളം ബാങ്ക് മുഖേന മേടിക്കുവാനോ എനിക്കൊരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനോ ഒന്ന് ട്രാൻസാക്ഷനായ എനിക്ക് ഇല്ല. കാരണം എന്നെ ഇന്ന് ദേഹപരിശോധന ചെയ്താൽ ആസ് എ ലേഡിയാണ് ഞാൻ. എനിക്ക് സ്ത്രീയുടെ അവസ്ഥയാണ് മാഡം, ഏറ്റവും വലിയ ദയനീയ അവസ്ഥ. പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ പറ്റില്ല. ഞാൻ മെയിൽ പോകണോ ഫീമെയിൽ പോകണോ? ഫീമെയിൽ പോയാൽ എന്നെ അടിച്ചിറക്കും, മെയിൽ പോയാൽ എന്നെ ആക്രമിക്കും. ഞാൻ പബ്ലിക്കായിട്ട് ഈ ഇടയ്ക്ക് പത്തനംതിട്ട വെച്ചിട്ട് എന്നെ പിടിച്ച് ബലമായിട്ട് നിർത്തും. മൂത്രം ഒഴിക്കാൻ മൂത്രപ്പെരയിൽ 2 രൂപ കൊടുത്ത് ഞാൻ പോയപ്പോൾ എന്നെ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ പബ്ലിക്കായിട്ട് പിടിച്ചു നിർത്തി. കാരണം ഞാൻ പബ്ലിക്കിൽ ഫീമെയിൽ ആർട്ടിസ്റ്റ് എന്നുള്ളൊരു പേരുണ്ടായിരുന്നു. ഞാൻ സർജറി കഴിഞ്ഞതാണ്. ഇല്ല എങ്കിൽ അവർക്ക് അപ്പോൾ കാണിച്ചു കൊടുക്കണം, ഞാൻ തുണി അഴിച്ച് കാണിച്ചു കൊടുക്കണം പബ്ലിക്കിനെ ഞാൻ സർജറി കഴിഞ്ഞെന്ന്. ഞാനൊരു പെണ്ണാണെന്ന് പബ്ലിക്കിനെ ബോധ്യപ്പെടുത്തണമെങ്കിൽ ഞാൻ തുണി അഴിച്ച് കാണിക്കണം. ഇത്രയും പബ്ലിക്കിൻ്റെ ഇടയിൽ KSRTC ഇല്ല. ഞാൻ അങ്ങനെ ചെന്ന് പത്തനംതിട്ട റൂറൽ SPക്ക് ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തു. അദ്ദേഹം പോലും എനിക്ക് സപ്പോർട്ട് തന്നിട്ടില്ല. എത്ര കാലം ഇവരിങ്ങനെ ഇനി ഈ പീഡനം അനുഭവിക്കണം? ഈ ഒരു സ്ഥലത്ത് നിയമം വളരെ നിശബ്ദമായിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ പറഞ്ഞ് കണ്ണടച്ച് ഇരുട്ടാക്കി നമ്മളിവരെ കണ്ടില്ല എന്നടിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു സമൂഹത്തിനോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമല്ലേ അത്? തീർച്ചയായിട്ടും. നേരത്തെ മാഡം സജസ്റ്റ് ചെയ്തിട്ടുണ്ടായി, അതായത് സ്കൂളിൽ തുടങ്ങിക്കൂടെ? സ്കൂളിലെ കുട്ടികളിൽ നിന്നല്ല തുടങ്ങേണ്ടത്. യഥാർത്ഥത്തിൽ അവിടുത്തെ ടീച്ചേഴ്സ്, അവിടുത്തെ കൗൺസിലേഴ്സ്, MSW തുടങ്ങിയ കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികൾ, ഡോക്ടേഴ്സ്, പോലീസ് ഓഫീസേഴ്സ്, അഡ്വക്കേറ്റ്സ്, ലീഗൽ സ്റ്റുഡൻസ്, ഇങ്ങനെയുള്ള മേഖലകളിലാണ് ആദ്യം തന്നെ ഈ ഗ്രൂപ്പിനെ കുറിച്ചുള്ളൊരു പഠനം വേണ്ടത്. അല്ലെങ്കിൽ മനുഷ്യന് എന്ന ഒരു കാറ്റഗറിയിൽ നമ്മളെല്ലാവരും കൂടി ചേർന്നതാണ് എന്നുള്ളൊരു അവബോധം ഉണ്ടാക്കേണ്ടത്. ഇപ്പം മാഡത്തിൻ്റെ ഭാഗത്തുനിന്ന് മാഡം ഇതിനു വേണ്ടി എന്ത് ശ്രമിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും ഒരു ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റ് എന്ന ലേബലാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും കേരളത്തിൽ നിന്ന് ഒരുപാട് സ്ത്രീകളും, പ്രത്യേകിച്ച് സ്ത്രീകൾ, പെൺകുട്ടികൾ, മറ്റൊരു പെൺകുട്ടിയായിട്ട് പ്രണയം ഉണ്ടായാൽ ഈ നാട്ടിൽ സ്ഥലമില്ല, അവർ നേരെ ഓടേണ്ടി വരും. അപ്പം ഉടനെ ഒരു വാൻ മിസ്സിങ് കേസ് വരും, ഹേബിയസ് കോർപ്പസ് വരും. അപ്പോൾ ഇവരെയും കൊണ്ട് പോലീസ് സ്റ്റേഷനുകളിൽ, കോടതികളിൽ, ഹൈക്കോടതികളിൽ പ്രൊഡ്യൂസ് ചെയ്യുക. ഇവരെ അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ അടച്ചിടും. അത് ചിലപ്പോൾ ഒരു പോലീസ് ഓഫീസറിൻ്റെ റിലേറ്റീവ് ആവാം. അപ്പോൾ പോലീസ് ക്വാർട്ടേഴ്സ് ആവാം അടച്ചിടുന്ന സ്ഥലം. അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടേക്ക് ഹേബിയസ് കോർപ്പസായി പോയി അവിടുന്ന് റിലീസ് ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് അടി വാങ്ങണം. അങ്ങനെ അവിടെ അന്വേഷിച്ച് പോണ സുഹൃത്തുക്കൾക്ക്, അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇന്നും ലീഗൽ ഫൈറ്റ് എന്നുള്ള സംഗതി ഇവരുടെ ഭാഗത്ത് അനുഭവിക്കേണ്ടി വരാറുണ്ട്. മാത്രമല്ല ഇപ്പോൾ പറഞ്ഞ സംഗതികൾ, അതായത് ഒരു ബാത്റൂമിൽ പോകാനായിട്ട് സാധിക്കാത്ത അവസ്ഥ,
സ്കൂളുകളിൽ ചെയ്യുന്ന ചില ഡിസ്ക്രിമിനേഷൻസ്, ബസ്സിലുണ്ടാവുന്ന എല്ലാ ഇരിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് ബാക്കില് ജെൻസിന്റെ അവിടെ ഇരിക്കാൻ പറ്റില്ല, സെന്റർ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നും തന്നിട്ടുമില്ല. അപ്പൊ ഞങ്ങൾ ബാക്കിലിരുന്നാൽ എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഫ്രണ്ടിലിരുന്നാൽ ജസ്റ്റ് മാം കേശവദാസപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോൾ ഈ എറുമ്പും കൂട്ടം ചിതറി പോകും പോലെ ഞാൻ വന്ന് സെന്ററിൽ ചുരിദാറിട്ട് ഞാൻ ബസ് കയറാൻ വന്ന് നോർമലായിട്ട് വന്ന് എൻ്റെ ഹസ്ബൻഡ് കൊണ്ടാക്കി ഞാൻ ബസ് കയറാൻ പ്രോഗ്രാമിന് വന്ന് നിന്നപ്പോൾ ചിതറി ഓടും പോലെ ആൺകുട്ടികൾ എല്ലാം ഒരു ഭാഗത്ത്, പെൺകുട്ടികളെല്ലാം ഒരു ഭാഗത്ത് നിന്ന് തുറിച്ച് നോക്കുകയാണ്. ഞാൻ ഏതോ അപരാധം ചെയ്ത ഒരു വ്യക്തിയെ പോലെ. കാരണം ബസ്സിൽ നിന്ന് ഇറങ്ങുന്നവരെല്ലാവരും എന്നെ നോക്കുന്നു, ചുറ്റുപാടുള്ളവർ എന്നെ. ഞാൻ വിചാരിച്ചു എൻ്റെ മുഖത്ത് ഇനി എന്തെങ്കിലും ഇരിക്കുകയാണോ, ഞാൻ വികൃതമായിട്ട് വന്നു. പെട്ടെന്ന് എന്നെ തന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു മാനസികാവസ്ഥയിലാണ്. ഓടിപ്പോണം എങ്ങോട്ടെങ്കിലും, ഈ സമൂഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകണം എന്നൊരു തോന്നല്. ഇല്ല, ഞാനും ഈ സമൂഹത്തിൽ എന്നെപ്പോലുള്ളവരും ഇവിടെ ജീവിക്കുന്നുണ്ട്. നിങ്ങൾ കാണുക, അതിലൊരു ഉത്തരവാദിയാണ് ഞാൻ, അതിലൊരാളാണ് ഞാൻ. എന്നെ പോലെയുള്ളവരെ നിങ്ങൾ ഇതേ കണ്ണുകൊണ്ട് തുറിച്ചു നോക്കൂ. പലരിലും നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്നവരിലും ഞാനുണ്ട് എന്ന് വിചാരിച്ച് തന്നെ ഞാൻ ഈ സമൂഹത്തിൽ ജീവിച്ചത്. ഇന്ന് ഈ വയസ്സ് വരെ ഫൈറ്റ് ചെയ്ത് ജീവിക്കുന്നു. ഈ ഇടയ്ക്ക് ഒരു മാർജിൻ ഫ്രീ പോയപ്പോൾ പറയണം ഇവര് സ്വവർഗ അനുരാഗികളാണെന്ന്. ഞാൻ ചോദിച്ചു, ഞാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും ബന്ധുക്കളെ സ്വവർഗമായി അനുരാഗം ചെയ്തിട്ടുണ്ടോ? നമ്മൾ അവരെ ആരെയും പിടിക്കാൻ പോയിട്ടില്ല. എന്തിനാണ് അങ്ങനെ ഒരു ലേബൽ, നമ്മളെ സെക്സ് വർക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ലേബൽ ഞങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. കാരണം മാം പറഞ്ഞു, ഇപ്പോൾ എൻ്റെ ഗുരുവാണത്, എൻ്റെ അമ്മയാണത്. അമ്മ 16 വയസ്സിൽ നാട് വിട്ട് ബാംഗ്ലൂർ ചെന്നു. അതുപോലെ ഞാനും നാട് വിട്ട് കാലിക്കറ്റാണ് ചെന്നത്. എൻ്റെ ഏറ്റവും കൂടിയ ദൂരം കാലിക്കറ്റായിരുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ എൻ്റെ ഭക്ഷണത്തിന്, എൻ്റെ താമസത്തിന് എന്നെ പോലുള്ളവരെ എനിക്കറിയില്ല. അങ്ങനെ ഒരു ചുറ്റുപാടി ഞാൻ അകപ്പെട്ടു പോകുമ്പോൾ എന്നെ ആദ്യം ചൂഷണം ചെയ്യുന്ന സെക്സിനാണ്. അതിലൂടെ എനിക്ക് ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞാൻ അതപ്പോൾ ചെയ്യില്ല? കാരണം എൻ്റെ ഒരു നേരത്തെ വയറിനാണ്. ഒരിക്കലും ഞാൻ സെക്സ് വർക്കർ ആയതല്ല, എന്നെ കൊണ്ട് അങ്ങനെ ആക്കിക്കുന്നതാണ്. സമൂഹമാണ് എന്നെ അതിൽ വലിച്ചഴച്ചത്. ആ ഒരു പ്രവൃത്തി നിന്ന് ഞാൻ തിരിച്ചറിഞ്ഞു, ഇതല്ല ജീവിതം, കഷ്ടപ്പെട്ട് ജീവിക്കാം. എന്തിനോ അന്യനാട്ടിൽ പരിചയമില്ലാത്തടുത്ത് വരുന്നു, എൻ്റെ വീട്ടുകാരുടെ അടുത്ത് പോവാം. അങ്ങനെയാണ് ഞാൻ എൻ്റെ നാട്ടിൽ തിരുവനന്തപുരത്ത് തിരിച്ചു വരുന്നത്. ഇവിടെ ഏതൊരു തൊഴിലിന് പോകട്ടെ, ഞാനൊരു ആർട്ടിസ്റ്റാണ് എങ്കിൽ കൂടി ഇന്നൊരു ഞാനൊരു കൽപ്പണിക്ക് പോട്ടെ, അവിടെയും നമ്മളെ ചൂഷണം ചെയ്തിരിക്കും. ഒരു കണ്ണ് കണ്ടു അല്ലെങ്കിൽ മറു കണ്ണുകൊണ്ട് തോന്നിയിരിക്കും. നമ്മുടെ ഉള്ളിൽ ഓപ്പോസിറ്റിനോടായിരിക്കും സെക്സ് ഉണ്ടായിരിക്കാം, പക്ഷേ മറ്റുള്ളവരെ നമ്മളെ കൂടുതൽ, ചിലപ്പോൾ നമുക്ക് സെക്സ് ഉള്ളവർ നമ്മളോട് വരുന്നു, അവരാരും അറിയില്ലായിരിക്കാം. ബാക്കിയുള്ളവർ ചൂഷണം ചെയ്യുകയും അത് പബ്ലിക്കിൽ നമ്മളെ അപമാനപ്പെടുത്തുകയും ചെയ്യുന്നവരുണ്ട്. അവർ ചൂഷണം ചെയ്യുന്നവർ തന്നെയാ പബ്ലിക്കിൽ കൊടുക്കുന്നത്. ഒരു പാട്ട് പാടും. മാർഗഴി പൂവേ മാർഗഴി പൂവേ ഉങ്ങിടം നീലേ മാർഗഴി പൂവേ മാർഗഴി പൂവേ ഉമ്മഴി മേലേ ഒരിടം വേണ്ടും മെറ്റമേൽ കൺകൾ മൂടവും இல்லை ഉന്മടി சேர்ந்தால் கனவுகள் கொள்ளை മെറ്റമേൽ കൺ